ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു യൂട്യൂബ് ചാനൽ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ ചെക്ക് ലീഫും കാര്യങ്ങളും എങ്ങനെയാണ് ഫില്ല് ചെയ്യുക എന്നുള്ള കാര്യമാണ്. നമുക്കെന്നാൽ നേരെ വീഡിയോയിലോട്ട് പോകാം, എങ്ങനെയാണെന്ന് നോക്കാം. എന്നാൽ ചെക്കും കാര്യങ്ങളും എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് ഡേറ്റ് ആണ് എഴുതേണ്ടത്. ഡേറ്റ്, മന്ത്, ഇയർ എന്നാണ് പോകുന്നത്. നമുക്കെന്നാൽ ഇന്നത്തെ ഡേറ്റും കാര്യങ്ങളും എഴുതിയതിന് ശേഷം പറയാം. അങ്ങനെ ഡേറ്റും കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. 31/05/2026. ആദ്യം നമ്മൾ ഡേറ്റ്, മന്ത്, ഇയർ അതേപോലെയാണ് എഴുതേണ്ടത്. തൊട്ടടുത്ത് നമുക്ക് പേ എന്നുള്ളൊരു ഓപ്ഷനാണ് കാണാൻ കഴിയുന്നത്. നമ്മളാണ് നമ്മുടെ അക്കൗണ്ടുമായിട്ട് നമ്മൾ പോകുന്നതെങ്കിൽ സെൽഫൊന്നും, നമുക്ക് വേറൊരാൾക്കാണ് നമുക്ക് ചെക്കും കാര്യങ്ങളും കൊടുക്കണമെങ്കിൽ അവരുടെ പേരുമാണ് എഴുതേണ്ടത്. നമുക്കെന്നാൽ എഴുതിയതിന് ശേഷം പറയാം. ഞാനിപ്പം സെൽഫ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ എൻ്റെ അക്കൗണ്ടുമായിട്ട് ബാങ്കിൽ പോയി ക്യാഷ് എടുക്കുകയാണെങ്കിൽ സെൽഫ് എന്നാണ്, അതുകൊണ്ടാണ് ഞാൻ സെൽഫ് എന്ന് എഴുതിയത്. ഇനി വേറൊരാൾക്കാണ് ഞാൻ ചെക്ക് കൊടുക്കുന്നതെങ്കിൽ അവരുടെ പേരാണ് എഴുതേണ്ടത്. എൻ്റെ ചെക്ക് ഇപ്പം നിഖിൽ എന്ന് പറയുന്ന ഒരാൾക്കാണ് എനിക്ക് കൊടുക്കുന്നതെങ്കിൽ അയാളുടെ പേര് നിഖിൽ എന്നാണ് ഞാൻ എഴുതി കൊടുക്കേണ്ടത്. ബാക്കിയുള്ള പേരിൻ്റെ അടുത്തുള്ള വരകൾ വേണമെങ്കിൽ നമുക്ക് വരച്ചിടാവുന്നതാണ്. അത് വേണമെങ്കിൽ ഒരു ഓപ്ഷനുള്ളൂ. അതിന് താഴെ റുപ്പീസ് എന്നൊരു ഓപ്ഷനാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മൾ അക്കൗണ്ടിൽ നിന്ന് എത്ര രൂപയാണ് എടുക്കാനുള്ളത്, അല്ലെങ്കിൽ ഞാൻ വേറൊരാൾക്ക് എത്ര രൂപയാണ് കൊടുക്കാനുള്ളത്, അത് എഴുതാൻ വേണ്ടിയാണ് റുപ്പീസ് എന്നുള്ളൊരു കോളത്തിൽ അവിടെ കൊടുത്തിരിക്കുന്നത്. അതവിടെ നമ്മൾ അക്ഷരത്തിൽ എഴുതി കൊടുക്കണം കേട്ടോ. നമുക്കെന്നാൽ എഴുതിയതിന് ശേഷം പറയാം. എനിക്ക് ബാങ്കിൽ നിന്ന് 1,00,000 രൂപയാണ് എടുക്കേണ്ടത്. അതുകൊണ്ട് 1,00,000 ഉള്ളി. പിന്നീട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിനോട് അടുപ്പിച്ച് തന്നെ ആയിരിക്കണം എമൗണ്ടും കാര്യങ്ങളും എഴുതാനുള്ളത്. നമ്മളെല്ലാ ചെക്ക് വീഡിയോക്കകത്ത് പറയുന്ന പോലെ തന്നെ ഒരുപാട് മിസ്യൂസ് ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു സംഭവമാണ് ഈ ചെക്ക് മിസ്സായാൽ. അതുകൊണ്ടാണ് ഈ അടുപ്പിച്ച് തന്നെ എഴുതണമെന്ന് പറയുന്നത്. ഈ ബാക്കിയുള്ള ഈ സ്ഥലമെല്ലാം നമ്മളിങ്ങനെ ഡോട്ടിട്ട് വരച്ച് മാറ്റിയിരിക്കണം. അതും മിസ്യൂസ് ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. നമുക്കൊന്ന് വരച്ചതിന് ശേഷം കാണാം. അങ്ങനെ ബാക്കി വന്ന സ്ഥലം നമ്മൾ വരച്ചിട്ടിട്ടുണ്ട്. അതിന് തൊട്ടടുത്ത് തന്നെ നമുക്കൊരു റുപ്പീസ് അക്ഷരത്തിൽ എഴുതാനാണ് കേട്ടോ. ഞാനവിടെ നേരത്തെ 5,00,000 എന്നാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. ഇവിടെ ഞാൻ 1,00,000 എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇത് നമ്മൾ നേരത്തെ ചെക്ക് കിട്ടിയപ്പോൾ 5,00,000 എന്ന് എഴുതിയായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്ന ഇതേ എമൗണ്ട് തന്നെ ഇവിടെ എഴുതിയിരിക്കണം. 1,00,000 എന്നുള്ളത് നമ്മൾ അക്കത്തിൽ എഴുതി കൊടുത്തിരിക്കണം കേട്ടോ. ഇവിടെ 1,00,000 എന്ന്. ബാക്കി വരുന്ന സൈഡ് ഇതേപോലെ വരച്ച് ബാക്കി ഇതേപോലെ ഇട്ടേക്കണം. വേറൊരു മിസ്യൂസും കാര്യങ്ങളും ഉണ്ടാവാതിരിക്കാനാണ്. അത് നമുക്ക് നേരത്തെ ഈ ചെക്ക് എഴുതിയത് കൊണ്ടാണ് ഞാൻ ഈ 5,00,000 എന്ന് എഴുതിപ്പോയത്. അത് പിന്നീട് വെട്ടാൻ പോയില്ല. നമ്മുടെ ചെക്ക് എഴുതുമ്പം ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ചെക്കിനകത്ത് ഒരുപാട് തെറ്റുപാടുകൾ, ഒരു തെറ്റും ഉണ്ടാവാൻ പാടുള്ളതല്ല. അത് കാരണമാണ് ഞാൻ പിന്നീട് അവിടെ വെട്ടി അത് കാണിക്കാതെ പോയത്. ഇവിടെ 1,00,000 എന്നാണ് എഴുതിയത്, പക്ഷേ അവിടെ 5,00,000 എന്നാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. വീഡിയോക്കകത്ത് ഞാൻ എടുത്ത് തന്നെ പറയുന്നുണ്ട്. നേരത്തെ ഞാൻ 5,00,000 എന്ന് എഴുതിയോണ്ടാണ് മാത്രമാണ് അത് അതേപോലെ ഞാനങ്ങ് നിർത്തിയത്. ഇവിടെ നമുക്ക് എഴുതാനുള്ള എമൗണ്ടും കാര്യങ്ങളുമാണ് കറക്റ്റായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞ് ഒരു 90% നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ പേര് കാണും, ബാങ്ക് അക്കൗണ്ട് ആരുടെ പേരിലാണോ എന്നുള്ളത്. അതിൻ്റെ മുകളിൽ ഒപ്പും കാര്യങ്ങളും ഇടണം. അതാണ് അടുത്ത ഒരു പ്രൊസീജിയർ. അങ്ങനെ നമ്മൾ ഒപ്പൊക്കെ ഇട്ട് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ എന്താണെന്നറിയാമോ, നമ്മൾ ഈ ഒപ്പ് ഇടുന്നത് ബാങ്ക് അക്കൗണ്ട് തുറന്ന സമയത്തെ അതേ ഒപ്പ് തന്നെ ആയിരിക്കണം ഇവിടെ ഇടേണ്ടത്. അല്ലെങ്കിൽ പിന്നെ ഫോമൊക്കെ മേടിച്ച് കൊടുത്ത് നമുക്ക് വീണ്ടും പണിയുണ്ട്, ഒപ്പ് വീണ്ടും മാറ്റേണ്ടി വരും കേട്ടോ. അപ്പം നമ്മൾ അന്ന് ഏതൊപ്പാണോ ഇട്ടത് അത് തന്നെ ആയിരിക്കണം ഇട്ട് കൊടുക്കേണ്ടത്. നമ്മളൊരു 90% കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിലത്തെ ഒരു ചെറിയൊരു പോഷണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചെക്ക് ലീഫും കാര്യങ്ങളും പൂരിപ്പിക്കുന്ന കാര്യം പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കിനി പുറഭാഗം എടുക്കാം. ഇവിടെ എഴുതേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാനാണ് പോകുന്നതെങ്കിൽ എൻ്റെ പേര്, എൻ്റെ ഒപ്പ്, എൻ്റെ ഫോൺ നമ്പർ, ഇതാണ് ഇവിടെ ഞാൻ എഴുതേണ്ടത്. ഞാൻ വേറൊരാൾക്കാണ് ഇപ്പം കൊടുക്കുന്നതെങ്കിൽ അയാളുടെ പേര്, അയാളുടെ ഒപ്പ്, അയാളുടെ ഫോൺ നമ്പർ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബാക്ക് സൈഡിൽ എഴുതി കൊടുക്കേണ്ടത്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ചെക്ക് ലീഫും കാര്യങ്ങളും പൂരിപ്പിക്കുന്നതിനുള്ള 90%
100% കംപ്ലീറ്റ് ആക്കി തന്നിട്ടുണ്ട്. എന്തെങ്കിലും വീഡിയോസിനകത്ത് ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാൻ ഇൻസ്റ്റാഗ്രാം ഐ ഡിയും അതുപോലെ തന്നെ വാട്സാപ്പും കൊടുത്തിട്ടുണ്ട്, കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എങ്ങനെയാണ് ചെക്ക് ലീഫും കാര്യങ്ങളും ഫില്ല് ചെയ്യേണ്ടതെന്നുള്ള കാര്യം നിങ്ങൾക്ക് 100% മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പരും ഇൻസ്റ്റാഗ്രാം ഐ ഡിയും നമ്മൾ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ ചാനലും കാര്യങ്ങളും വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം പുതിയൊരു വീഡിയോ വരുന്നവരെ ഒരു ചെറിയൊരു ബ്രേക്ക് എടുക്കുകയാണ്. പുതിയ ഇൻഫർമേഷനുമായിട്ട് വരുന്നവരെ ചെറിയ ബ്രേക്ക്. അപ്പം ടാറ്റ ബൈ.